സതീശനോടും പറയാനുള്ളത് അവരൊന്നും നിങ്ങളുടെ പാളയത്തിലുള്ളവരല്ല കേട്ടോ. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തിന് വേണ്ടിയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും പണിയെടുക്കുന്ന ആൾക്കാരല്ല. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. 2 IAS ഓഫീസർമാരെ തിരിച്ചെടുത്തിട്ടുണ്ട്. അവരാരാണ്? അവർ പറഞ്ഞു കൊടുത്തത് രാഷ്ട്രീയം എന്താണ് എന്നിവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ IAS ഓഫീസർമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിനെ പരമാവധിയിൽ പുച്ഛിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ ഓഫീസർമാർ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഭരണകൂടത്തിൻ്റെ കാലത്തായാലും നമുക്ക് വെച്ചുറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം എന്ന് വെച്ചാൽ ജനാധിപത്യ ഭരണകൂടം, ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ്. ആ ഭരണകൂടത്തെയും അതിൻ്റെ നേതൃത്വത്തെയും ഓഫീസർമാർ, IASകാർ അല്ലാത്തവരൊക്കെ വന്നിട്ട് ആക്ഷേപിക്കുകയാണ്. വിവരമില്ലാത്തവർ എന്ന് വിളിക്കുകയാണ്, മോശക്കാരെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് അടുത്ത സർക്കാർ വന്നാൽ ഞങ്ങളെ മണിക്കൂർ വെച്ച് തിരിച്ചെടുക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ്. അതെന്ത് ഉറപ്പിൻ്റെ പേരിലാണ്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ തിരിച്ചെടുക്കപ്പെട്ട ആളുകൾക്ക് ആരാണ്? അവരുടെ പൊളിറ്റിക്സ് എന്താണ്? അവർ ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? പണ്ട് സെൻകുമാറിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കിടന്ന് ബഹളം വെച്ചപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അയാളിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല കേട്ടോ, അതിനെക്കുറിച്ച് നല്ല ഓർമ്മ വേണമെന്ന്. അതേ കാര്യം ഇന്ന് പറയാൻ തോന്നുകയാണ്. 2 ഉദ്യോഗസ്ഥരെ, ആ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു ലെഫ്റ്റിനെ, ഞങ്ങളെ ഇതാ പുതിയ സർക്കാർ തിരിച്ചെടുക്കുന്നു. അതേപടി തിരിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പം. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ IAS ഉദ്യോഗസ്ഥർക്കിടയിലെ അതിർത്തി പോലും മറികടന്നുകൊണ്ട് തിരിച്ചെടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ലെഫ്റ്റിനോടുള്ള പക വീട്ടാൻ. അവരോടും പറയാനുള്ളത്, സതീശനോടും പറയാനുള്ളത്, അവരൊന്നും നിങ്ങളുടെ പാളയത്തിലുള്ളവരല്ല കേട്ടോ. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തിന് വേണ്ടിയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും പണിയെടുക്കുന്ന ആൾക്കാരല്ല. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സൂക്ഷ്മതക്കുറവുണ്ട്, നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്. എന്ത് സൂക്ഷ്മതക്കുറവ്? നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെ ഇൻഫിൽട്രേഷനെ, അതിൻ്റെ കടന്നുവരവിനെ തിരിച്ചറിയാനുള്ള പ്രശ്നം നിങ്ങൾക്ക് വണ്ടേ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരുമായിട്ട് നമുക്കൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് പറഞ്ഞ ഒരു സമവായത്തിൻ്റെ ലൈൻ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ, മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും സംഭവിച്ചുകൊണ്ടിരുന്ന സംഗതി അതല്ല എന്ന് മനസ്സിലാക്കാൻ ഉള്ള ശേഷി ഉണ്ടാവുക പ്രധാനമാണ്. ഇത് PMCയുടെ കാര്യത്തിൽ ഒരു വിശദീകരണം വേണ്ട, ഒരു വളഞ്ഞു പിടിക്കലും വേണ്ട. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. നരേന്ദ്രമോദിയോട് പോയിട്ട് ഞങ്ങൾ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമില്ല. പറഞ്ഞാൽ മോദി അടുത്ത ഫണ്ട് തരാതിരിക്കും, മറ്റേ തരാതിരിക്കും, മോദി അതിന് വരാതിരിക്കും, ഇത് എന്നുള്ള ഭയപ്പാട് നിങ്ങളെ ഭരിക്കുകയാണ്. ഇതിന് രാഷ്ട്രീയമായ ഉറപ്പ് എന്ന് പറയും. ആദ്യത്തെ 18 ദിവസം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഉറച്ച കേരളത്തിൻ്റെ ബദൽ രാഷ്ട്രീയം പറയാനുള്ള ശേഷി ഇപ്പോഴും പ്രകടമാക്കാൻ UDFന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് UDFന് വോട്ട് ചെയ്ത മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നിരാശ എന്ന് ഞാൻ പറയും.